ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? സുഖല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ പിന്നെ ഒരു ഡിന്നർ കോംബോ വീഡിയോ ആയിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡിന്നറിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ബട്ടർ നാൻ ആണ്. അപ്പോൾ ബട്ടർ നാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കുറച്ച് മുന്നേ കേട്ടോ, ഇപ്പോഴൊന്നുമല്ല കുറച്ച് മുന്നേ രണ്ടോ മൂന്നോ ആൾക്കാർ എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്ത് ചോദിച്ചിരുന്നു. അപ്പോൾ അന്നേരമൊക്കെ ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞു, പിന്നെ എൻ്റെ അടുത്ത് വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പേര് ഓർമ്മയില്ല. അപ്പോൾ ക്ഷമിക്കുക. എപ്പോഴാണ് ഞാനിപ്പോൾ അത് ഉണ്ടാക്കുമ്പോഴാണ് ഞാനത് ഓർത്തത്. പിന്നെ നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള അടിപൊളി ബട്ടർ ചിക്കൻ കറിയാണ് ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയത്. എൻ്റെ ആച്ചിൻ്റെയും ലിയാൻ്റെയും ബാസിൻ്റെയും മൂന്നാളതും ഫേവററ്റാണ് ഈ ഒരു ബട്ടർ നാനും അതേപോലെ തന്നെ ബട്ടർ ചിക്കനും. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ബട്ടർ നാനിനുള്ള മാവാണ് റെഡിയാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ കപ്പ് ആരോ ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നു കേട്ടോ. ഇപ്പോൾ തൊട്ട് മുന്നാണ് എൻ്റെ അടുത്ത് പേര് മറന്നുപോയി. ഈ കപ്പ് മാറ്റണം താത്ത, എനിക്ക് ഇത് ഇഷ്ടമായില്ല, നിങ്ങൾ വേറെ കപ്പ് വാങ്ങണേ എന്നുള്ളത്. അപ്പോൾ ഇൻഷാ അള്ളാ ഞാൻ അടുത്ത് തന്നെ വാങ്ങും കേട്ടോ. ഇപ്പോൾ അത് ഇന്നും കൂടെ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഞാനിവിടെ മൈദയാണ് എടുക്കുന്നത്. 5 കപ്പ് മൈദയിലാണ് ഞാനിപ്പോൾ ഇന്ന് നാൻ ചെയ്യുന്നത്. മൈദക്ക് പകരം നിങ്ങൾക്ക് വീറ്റ് വേണമെങ്കിൽ അത് കൊടുക്കാം കേട്ടോ. ഗോതമ്പ് പൊടിയിലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ 5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിന് അങ്ങനെ കറക്റ്റ് നമുക്കൊരു അളവ് പറയാൻ വേണ്ടി പറ്റില്ല. ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ നിറച്ചിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഓരോരുത്തർ ഉപ്പിൻ്റെ ടേസ്റ്റും വ്യത്യാസം ഉണ്ടാവുക. അപ്പോൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ വേണ്ടത് നമുക്ക് ബേക്കിംഗ് സോഡ ആണ്. അപ്പക്കാരം എന്ന് പറയുന്ന സാധനം, ബേക്കിംഗ് സോഡ. അതും അര ടീസ്പൂൺ അല്ല, അര ടേബിൾ സ്പൂൺ തന്നെ വേണ്ടി വരും. ചെറിയ വലിയ സ്പൂണാണ്, നമ്മൾ കറക്റ്റ് മെഷറിംഗ് കപ്പിലുള്ള ടേബിൾ സ്പൂൺ അല്ല, നമ്മളിങ്ങനത്തെ സാധാരണ സ്പൂണിൽ അര സ്പൂണ്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം അതൊന്ന് കംപ്ലീറ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് പുളിയില്ലാത്ത കട്ട തൈരാണ് വേണ്ടത്. ഇപ്പോൾ പുളിയുള്ള തൈര് ഒഴിക്കേണ്ട കേട്ടോ. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പുളിയില്ലാത്ത തൈരാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ഒരു അര കപ്പ് ഉണ്ടാവും കേട്ടോ. മെഷറിംഗ് കപ്പിൻ്റെ അളവ് പറയുകയാണെങ്കിൽ അര കപ്പ് ഉണ്ടാവും. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ചേർക്കാൻ പാടില്ല, വേറെ ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഒരു 3/4 ഗ്ലാസ് ഞാനിവിടെ 3/4 കപ്പ് എന്ന് തന്നെ പറയാം, 3/4 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇനി ഇത് ഒന്നിച്ചൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ ഇനി ബാക്കി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. 3/4 ഗ്ലാസ് കപ്പ് പാലെന്ന് പറഞ്ഞത് 1 കപ്പ് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 3/4 ചേർത്തിട്ടുള്ളൂ. ബാക്കി വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നല്ല സ്മൂത്ത് ആകണ വരെ കുഴച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ ഒരു പാകം കാണിച്ചു തരാം. ഈ ഒരു രീതിയിലാണ് ഇത് വേണ്ടി കേട്ടോ. ഒരിത്തിരി ലൂസാണ്, എന്നാൽ കയ്യിലൊട്ടുമെന്ന് വെച്ചാൽ ഒട്ടൊന്നുമില്ല, ആ ഒരു പാകത്തിൽ. അപ്പോൾ നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മേലെ കുറച്ചൊന്ന് ഓയിലാക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഒരു അരമണിക്കൂർ മതി, അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതി. അതിന് മേലെ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് എണ്ണ എല്ലായിടത്തൊന്ന് ഓയിൽ ഒന്ന് തടവി കൊടുത്തുകൊണ്ട് എന്നിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ആ ഒരു അരമണിക്കൂർ ആയിക്കോളും. അപ്പോൾ അതവിടെ മാറ്റി വെക്കുക. ഇനിയിപ്പോൾ ചിക്കൻ്റെ കറിയിലേക്കാണ് പോകുന്നത്, ബട്ടർ ചിക്കന്. അപ്പോൾ ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ട് ക്ലീൻ ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ചെറിയ പീസായിട്ട് മുറിക്കാൻ വേണ്ടി നോക്കുക. ബട്ടർ ചിക്കൻ എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക ചെറിയ പീസാക്കി മുറിക്കലാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു മീഡിയം സൈസുള്ള ഇങ്ങനത്തെ ചെറിയ പീസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. 1 കിലോ ചിക്കനാണിത്. ഇനി ഇതിലേക്ക് ആദ്യം ഒരു മസാല ഉണ്ടാക്കണം. അര സ്പൂണ് ഇഞ്ചി അരച്ചതും അര സ്പൂണ് വെളുത്തുള്ളി അരച്ചതുമാണ് എടുത്തത്. ഇനി ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 1 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് എടുക്കുക. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ആണ് ഇട്ട് കൊടുത്തത്. പിന്നെ വേണ്ടത് നല്ല ജീരകത്തിൻ്റെ പൊടിയാണ്, അതൊരു അര സ്പൂൺ ചേർത്ത് കൊടുത്തതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് ലെമണിൻ്റെ ജ്യൂസാണ് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളം പോരാൻ തോന്നുകയാണെങ്കിൽ 1 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് കുറവാണ്, അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂൺ വെള്ളം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വല്ലാണ്ട് ലൂസായി പോകരുത്, ഈ ഒരു പാകത്തിൽ കിട്ടണം. ഇങ്ങനെ മതി കേട്ടോ, കാരണം ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ നമ്മൾ മുറിച്ച് വെച്ച ആ ഒരു ചിക്കനില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഈ ഒരു മസാലയിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് കിട്ടണം കേട്ടോ. ഒരു 10 മിനിറ്റ് നേരം ഇതൊന്ന് വെയിറ്റ് ചെയ്യുകയും ചെയ്യാം. സമയം ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ സമയം തീരെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീരെ മാരിനേറ്റ് ചെയ്ത് വെക്കണം എന്നൊന്നുമില്ല. സമയം ഉണ്ടെങ്കിൽ 10 മിനിറ്റ് വെക്കാം. കാരണം ഇത് ഓൾറെഡി നമ്മൾ ഇങ്ങനെ തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ മസാലയൊക്കെ നന്നായിട്ട് അതിൽ പിടിച്ചോളും. അപ്പോൾ അങ്ങനെ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടില്ലേ, ഈ ഒരു ഭാഗത്തിലാണ് വേണ്ടി കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങട്ടെ. അപ്പോൾ ഞാനിപ്പോൾ ഇത് മാറ്റി വെക്കണില്ല, ഞാനിങ്ങനെ തന്നെയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കാനുള്ളൊരു പാത്രം വെച്ച് കൊടുക്കുക. അതിലേക്കാണ് ഇനി നമ്മൾ ഓയിൽ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഓയിൽ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതിയാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ആദ്യം വെച്ച് കൊടുക്കുക, ഒന്നവിടെ വെക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് ബട്ടർ ചിക്കൻ ആണല്ലോ, അപ്പോൾ ഇതിൽ 2 3 സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ബട്ടർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ട്. 2 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ 20 ഗ്രാം ഉണ്ടാവുക. അതിലേക്ക് ഒരു 3 മീഡിയം സൈസുള്ള ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 3 മീഡിയം സൈസുള്ള ഉള്ളി അരിഞ്ഞത്. ഏത് രീതിയിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കട്ടെ, ചെറുതാക്കി മുറിക്കണം എന്നേ ഉള്ളൂ. അങ്ങനെ വലിയതായിട്ടോ എന്തായാലും പ്രശ്നമൊന്നുമില്ല, ഇത് അരക്കാനുള്ളതാണ്.
അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നീളത്തിലാണ് ഇവിടെ മുറിച്ചെടുത്തത്. ഇത് നന്നായിട്ട് ഇതൊന്ന് സോഫ്റ്റ് ആകണ വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് വെന്ത് കുഴയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് വാടാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ അണ്ടിപ്പരിപ്പിൻ്റെ അളവ് എന്ന് പറയുന്നത് 1/4 കപ്പാണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് എണ്ണി കാണിച്ചു തരാം. ഒരു 20 പീസ് ഉണ്ടാവും കേട്ടോ. ഒരു 1/4 കപ്പ് എന്ന് പറഞ്ഞാൽ 20 അണ്ടിപ്പരിപ്പ് ഉണ്ടാവും. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. ആ ഒരു ഉള്ളി വാട്ടുന്ന സമയത്ത് തന്നെ ആ ഒരു അണ്ടിപ്പരിപ്പ് നന്നായിട്ടൊന്ന് അങ്ങ് വെന്തോളും. അതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തത്. ഇനിയിപ്പോൾ അതായത് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി ഉള്ളിൻ്റെ കളറൊക്കെ ഒന്ന് വാടാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറാൻ തുടങ്ങി. ഇനി ഇതിലേക്ക് ഒരു വലിയ സൈസുള്ള തക്കാളി അരിഞ്ഞും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ തക്കാളി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല ചുവപ്പുള്ള തക്കാളി നോക്കി എടുക്കുക കേട്ടോ. എന്നാലാണ് ബട്ടർ ചിക്കന് നല്ലൊരു കളർ ഉണ്ടാവുക. അപ്പോൾ പച്ച തക്കാളി എടുക്കരുത്, മാക്സിമം നല്ല റെഡ് ഉള്ളത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 സ്പൂൺ ഇഞ്ചി അരച്ചതും 1/2 സ്പൂൺ വെളുത്തുള്ളി അരച്ചതും കൂടെ ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ ഓൾറെഡി ചിക്കനിൽ ചേർത്താണ്, അതുകൊണ്ടാണ് 1/2 ഇതിലും ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ 1 ടേബിൾ സ്പൂണാണ് രണ്ടും വേണ്ടിയത്. എന്നിട്ട് ഇതും കൂടെ അതിൻ്റെ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ ഒരു പച്ചച്ചൊയൊക്കെ മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് വാടി വന്നാണ്. ഇപ്പോൾ ഈ ഒരു ഭാഗത്തിലാണ് വേണ്ടി കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ല, എന്നാൽ ആ ഒരു തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ്, അതേപോലെ തന്നെ ആ ഒരു ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നാണ്. ഇനി ഇത് ചൂടാറിയതിൻ്റെ ശേഷം നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. ഇപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റാം കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ട് ഞാനിത് മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ചൂടാറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കണം. ഇനിയിപ്പോൾ ഈ സെയിം പാനിലേക്ക് തന്നെ നേരത്തെ നമ്മൾ മാറ്റി വെച്ച 1 ടേബിൾ സ്പൂൺ ഓയിലില്ലേ, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റിയാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ ബട്ടറും. അതിന് മാറ്റി നമ്മൾ പിന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇല്ല, ആ ചിക്കന് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇത് ഫുള്ളായിട്ട് വേവിക്കലല്ല, ഒരു 1/4 ഭാഗം വെന്ത് കിട്ടണം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാകം കേട്ടോ. നമ്മളിത് പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എണ്ണയിൽ മുക്കി പൊരിക്കണ്ട, ഇങ്ങനെ പൊരിച്ചെടുത്താൽ മതി. ഇതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റും നല്ല ഫ്ലേവറൊക്കെ വരും. അപ്പോൾ ഇത് മീഡിയം തീയിലാക്കി വെച്ചിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഫ്രൈ ആക്കാന്ന് പറഞ്ഞാൽ ഈ ചിക്കനിൽ വെള്ളം ഇറങ്ങി വരും. ആ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് തന്നെ ചിക്കൻ ഒന്ന് വെന്ത് വന്നോളൂ. മുഴുവനായിട്ട് വേവണ്ട, ഒരു 1/4 ഭാഗം, പകുതിയിലധികം വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അടിഭാഗം ഒന്ന് വേവാൻ തുടങ്ങിയാൽ ഇങ്ങനെ ഒന്ന് തിരിച്ച് മറിച്ച് വിട്ട് കൊടുക്കുക. ഒരു 3-4 പ്രാവശ്യമായിട്ട് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് എല്ലാ ഭാഗത്തും ഒരേപോലെ വെന്ത് കിട്ടുക. കാരണം അത് നമ്മൾ എണ്ണയിൽ മുക്കി പൊരിക്കുന്നതല്ലാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഇതാ ഇതിന് കണ്ടോ, ഈ ചിക്കൻ നല്ലോണം വെള്ളമൊക്കെ ഇറങ്ങി വന്നാണ്. ഏകദേശം ഒന്ന് കുക്കായി വന്നാണ് കേട്ടോ. കുറച്ചും കൂടെ ഇനിയും ബാക്കിയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ അതിൽ കിടന്ന് നന്നായിട്ട് ആ ഒരു ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നോളും. ഇപ്പോൾ അതാ നമ്മളെ ചിക്കന് നന്നായിട്ട് വെന്താണ് കേട്ടോ. ഒരു 1/4 ഭാഗം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 1/4 ഭാഗം വേവാനുള്ളൂ. ഞാൻ മുറിച്ച് കാണിച്ചത് അത് കണ്ടില്ലേ, ചിക്കനൊക്കെ വെന്താണ്. അപ്പോൾ ഇനി ഒരു കുറഞ്ഞ കുക്കിംഗ് ഇനി ബാക്കിയുള്ളൂ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഈ തീ ഓഫാക്കിയില്ലേ, നമ്മൾ നേരത്തെ കാണിച്ച മസാല അരച്ച് കൊണ്ടുവന്നതാണിത്. അപ്പോൾ ഞാൻ വെള്ളം ചേർക്കാണ്ട് അരച്ചെടുത്തതാണ് കേട്ടോ. മാക്സിമം വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കലാണ് നല്ലത്. എന്നാൽ നല്ല മഷി പോലെ അരഞ്ഞ് കിട്ടും. വെള്ളം ഒഴിക്കുന്ന സമയത്ത് അരയിൽ കുറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വെള്ളം ഒഴിക്കാണ്ട് അരച്ചെടുക്കുകയാണെങ്കിൽ അതാണ് നന്നായിട്ട് അരഞ്ഞ് വരിക. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കഴുകിയിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുക്കണേ. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് വെള്ളം ആ ഒരു മിക്സിയിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആ മസാലയും കൂടെ ഇതിലിട്ട് ഇനി ബാക്കി വേവൊക്കെ ഇതിൽ നിന്നാണ് ഇനിയിപ്പോൾ വെന്ത് വരേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു ഗ്രേവിയും നമ്മൾ ഈ ചിക്കനും കൂടെ ഒന്നിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ 2 എണ്ണം എടുത്തിട്ടാണ് ഇപ്പോൾ മിക്സ് ചെയ്യുന്നത് കേട്ടോ. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. കാരണം തീ കുറച്ച് വെച്ചോ, കാരണം ഇതിങ്ങനെ മേത്തേക്ക് തെറിക്കും. ഇത് അങ്ങനത്തെ ഒരു അരച്ച ഗ്രേവി എപ്പോഴും അങ്ങനെയാണ്, മേത്തേക്ക് തെറിക്കും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇനിയിപ്പോൾ ഇതിലേക്ക് ഈ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ചിക്കനിൽ ഓൾറെഡി നമ്മൾ മാരിനേറ്റ് ചെയ്ത സമയത്ത് ഉപ്പിട്ടതാണ്. ഗ്രേവിക്ക് വേണ്ടി ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് പൊടികളാണ് വേണ്ടത്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മതി. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. അതും നിങ്ങളെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/4 സ്പൂൺ ഇട്ട് കൊടുത്തു കേട്ടോ. ഒന്ന് തന്നെ പറയാനുണ്ടാവുള്ളൂ. 1 ടേബിൾ സ്പൂൺ തന്നെ മുളക് പൊടി ഇട്ട്, പിന്നെ 1/2 സ്പൂണ് നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുത്ത്, അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാലേൻ്റെ പൊടിയും വേണം കേട്ടോ. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും. പിന്നെ വേണ്ടിയ കസൂരി മെത്തിയാണ്. അത് ചൂടാക്കിയിട്ട് ഞാനിങ്ങനെ എപ്പോഴും പറയലുണ്ടല്ലോ, കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് ഞാൻ എപ്പോഴും സൂക്ഷിക്കുന്നതാണ്. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ തന്നെ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊടികളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ പൊടികൾ ഇട്ട് കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു കട്ട കിട്ടണ പോലെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് ആ കട്ടയൊക്കെ ഉടച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ പൊടികളും ഈ ഗ്രേവി എല്ലാം കൂടിയിട്ട് ഈ ചിക്കൻ്റെ ബാക്കി വേവും നന്നായിട്ട് ഇതിൽ കിടന്ന് വേവണം. അപ്പോഴാണ് ആ ഒരു നമ്മളെ ഗ്രേവിക്ക് നല്ലൊരു ഫ്ലേവർ വരും കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ സമയത്തൊന്ന് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ നടുവിൽ കുറച്ചും കൂടെ ബട്ടർ ഇട്ട് കൊടുക്കണം, എന്നിട്ട് വേവിക്കുക കേട്ടോ. അപ്പോൾ അതൊരു 30 ഗ്രാം ബട്ടറും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 30 ഗ്രാം എന്ന് പറഞ്ഞാൽ 3 ടേബിൾ സ്പൂൺ കേട്ടോ. അതും കൂടെ ബട്ടറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് നേരം ഇതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അതാ 10 മിനിറ്റ് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിന്.
ഓൾമോസ്റ്റ് ഇനി ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തിട്ടോ. ഇപ്പോൾ ദാ നമ്മളെ ചിക്കനൊക്കെ ബാക്കി വേവൊക്കെ നന്നായിട്ട് വെന്ത് ആ ചാറൊക്കെ കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിണ് കണ്ടില്ലേ? നന്നായിട്ട് വെന്ത ചിക്കനാണിത്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഈ ഒരു കറി ഭയങ്കര ടേസ്റ്റാണ്. ഇത് ഉണ്ടാക്കാത്തവർ ഈ രീതിയിൽ ഉണ്ടാക്കാത്തവർ ബട്ടർ ചിക്കനൊക്കെ എല്ലാവർക്കും അറിയണതായിരിക്കും. എന്നാലും ഈ രീതിയിൽ ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് അഭിപ്രായം പറയണേ. ഇനിയിപ്പോൾ ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിലേക്ക് ഫ്രഷ് ക്രീമാണ്. ഞാനിപ്പോൾ 1/2 കപ്പ് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. അതിൽ 1/4 കപ്പാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. 1/4 കപ്പ് ഞാൻ ഒന്ന് മിക്സിയിൽ അരച്ചതാണേ അത്. അപ്പോൾ 1/4 കപ്പ് ഉച്ചപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ മിക്സിയിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അതൊന്ന് മിക്സി കഴുകിയിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ അത് 1/4 കപ്പ് ക്രീമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തത്. ഇനിയിപ്പോൾ അത് നന്നായിട്ട് ഈ ക്രീമും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്രീം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം തിളപ്പിക്കാൻ പാടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യണേ. അപ്പോൾ ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയ തീയിലാക്കി വെച്ചതിന് ശേഷം നന്നായിട്ട് ആദ്യം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് തിള വന്നോട്ടെ. ലാസ്റ്റ് ഇനി ഞാൻ ചേർക്കാൻ വേണ്ടി പോണത് ഇത് വീഡിയോ ആയതുകൊണ്ട് മാത്രം ഒരു നുള്ള് റെഡ് കളർ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു നുള്ളേ ഉള്ളൂ, ബാക്കി വെള്ളം ചേർത്തതാണ്. അത് വീഡിയോ ആയതുകൊണ്ട് മാത്രമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ ആയതുകൊണ്ട് മാത്രം ചെറുതായിട്ടൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് കളർ ചേർത്ത് കൊടുത്തതാണ്, റെഡ് കളറാണ്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ബട്ടർ ചിക്കൻ ഇതാ തിളയ്ക്കാൻ തുടങ്ങി. ഇത്രയും മതി കേട്ടോ. തിള വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക. നമ്മൾ കറി ഇവിടെ റെഡി ആയിരുന്നു. അധികം തിളച്ച് പോയാൽ ആ ക്രീം പിരിഞ്ഞു പോകും. കാരണം അരച്ച ഗ്രേവി ആയതുകൊണ്ട് പെട്ടെന്ന് പിരിയാൻ ചാൻസ് ആണ്. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ ബട്ടർ നാൻ ഉണ്ടാക്കാനാണ് പോണത് കേട്ടോ. ബട്ടർ നാൻ്റെ പൊടി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചത് ഏകദേശം ഒരു അരമണിക്കൂറായിട്ടുണ്ട്. ഇപ്പം ഉണ്ടാ ഇങ്ങനെ വലിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത്രയും സോഫ്റ്റ് ആയിരിക്കും. ഇത് നല്ല സെറ്റായി വന്നു കേട്ടോ ഈ ഒരു മാവ്. അതിനി ഒന്നും കൂടെ ഒന്ന് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. കാരണം ഇതിൻ്റെ പുറത്ത് നമ്മൾ ഓയിൽ പുരട്ടി വെച്ചതുണ്ടല്ലോ, അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അത് മാറ്റി നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് മുറിച്ചിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ എത്ര വലുതാണ് വേണ്ടിയെന്നൊക്കെ അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള പാന് ചൂടാൻ പോകുന്ന മാവിൻ്റെ പാനിൻ്റെ വലിപ്പം നോക്കിയിട്ട് മാവിൻ്റെ ഉരുളയും വലിപ്പം കൂട്ടാം കേട്ടോ. ഞാനിവിടെ ചെറുതാക്കിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു പൂരിൻ്റെ സൈസിലുള്ള ഉരുളയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ വലുതാക്കി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ വലിയ പീസായിട്ട് മുറിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഓരോന്നും ഒരു പൂരിൻ്റെ വലുപ്പത്തിലാണ് ഇപ്പോൾ മൊത്തത്തിൽ മുറിച്ചെടുക്കുന്നത്. ഇനി അത് കംപ്ലീറ്റ് ഒന്ന് ഉരുട്ടിയെടുക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് ഉരുട്ടി നല്ല സോഫ്റ്റായിട്ട് വെക്കുക ഈ ഒരു രീതിയിൽ. അപ്പോൾ അതാ അതിൻ്റെ പകുതി ഞാൻ ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇത് ചുട്ടതിൻ്റെ ശേഷം ബാക്കി പകുതിയും ഉരുട്ടിയാൽ മതി. ഇനിയിപ്പോൾ അത് നമ്മൾ സാധാരണ പരത്തുന്ന പോലെ തന്നെ കുറച്ച് പൊടി ഇട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കുക. അപ്പം നാനിനെപ്പോഴും നമ്മളെപ്പോഴും കാണുന്നൊരു ഷേപ്പ് എന്ന് പറയുന്നത് ഓവൽ ഷേപ്പാണ് കേട്ടോ. ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം, പക്ഷെ എപ്പോഴും നമ്മൾ നാൻ കാണുന്ന ഒരു ഓവൽ ഷേപ്പിലായതുകൊണ്ട് ഞാനിവിടെ ഓവൽ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒന്ന് നീളത്തിലൊന്ന് പരത്തിയെടുക്കുക. പിന്നെ മാക്സിമം തടി കുറച്ചിട്ട് തന്നെ പരത്തുക കേട്ടോ. തടിയിൽ പരത്താൻ പാടില്ല, നല്ല തടി കുറച്ചിട്ട് തന്നെ പരത്തിയെടുക്കണേ. ചപ്പാത്തിനെക്കാട്ടിലും നല്ല തടി കുറഞ്ഞിട്ട് വേണം പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ തടി ഞാൻ കാണിച്ചു തരാം. ഈ ഒരു രീതിയിൽ കേട്ടോ, കാണുന്നുണ്ടാവും വിചാരിക്കുന്നത് ഇട്ടാടാ, തീരെ തടിയില്ല, ഈ ഒരു രീതിയിലാണ് പരത്തിയെടുത്തത്. ഇനിയിപ്പോൾ നമ്മൾ എടുത്ത് വെക്കേണ്ടത് കുറച്ച് പാസ്ലി ഇല ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പാസ്ലി ഇല ഇല്ലാന്നുണ്ടെങ്കിൽ മല്ലിച്ചപ്പ് എടുത്താലും മതി. പിന്നെ കുറച്ച് അൺസോൾട്ടഡ് ബട്ടർ എടുത്ത് വെച്ചാണ് കേട്ടോ. ഇപ്പോൾ അതിന് ഒരു പഴയ പാൻ ഇതിന് നിർബന്ധമാണ്, പഴയ പാനാണ് വേണ്ടി കേട്ടോ. പഴയ പാനിലേക്ക് നമ്മൾ പരത്തി വെച്ച ഒരു ഭാഗത്ത് വെള്ളമാക്കിയിട്ട് അത് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വരുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ പറഞ്ഞുതരാം, ഈ പഴയ പാന് മാറ്റിക്കൂടെ എന്ന് ചോദിക്കേണ്ട. ഞാൻ ഇതിനായിട്ട് വെക്കണ പാനാണ് ഇട്ടത്. അപ്പം പല രീതിയിൽ ഉണ്ടാക്കാം ഈ ബട്ടർ നാൻ. അപ്പോൾ 2-3 രീതിയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പഴയ പാൻ അല്ല എന്നുണ്ടെങ്കിൽ എന്താ പറ്റുകയെന്നുള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കാരണം ഇതിലിങ്ങനെ പറ്റി പിടിക്കൂല, നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടി പറ്റൂല. അപ്പോൾ അതിങ്ങനെ അതിൽ നിന്ന് ഇളകിപ്പോരും. ഇതിങ്ങനെ ഇളകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പഴയ പാൻ എടുക്കണം എന്ന് പറഞ്ഞത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് ഇനി ഒരു ഭാഗം ഒന്ന് ഇങ്ങനെ പൊക്കളിട്ട് വന്നാൽ തിരിച്ചിങ്ങനെ പിടിച്ചു കൊടുക്കുക. ഈ തീൻ്റെ മേലെ ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ അടിഭാഗം നന്നായിട്ട് വെന്ത് വരും. അപ്പോഴാണ് നമ്മൾ ആ ഒരു തന്തൂറിൽ ചുട്ടെടുത്ത ആ ഒരു രീതിയിലേക്ക് ബട്ടർ നാൻ ആയി കിട്ടുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു ചപ്പാത്തി ചുട്ട പോലെ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പഴയതാവണ പാന് നിങ്ങൾ എടുത്ത് വെച്ചാൽ മതി, അങ്ങനെ അതിനായിട്ട് ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റത്തെ ബട്ടർ നാൻ ഇവിടെ റെഡി ആയിന്. ഇപ്പോൾ ഇത് കാണിച്ചല്ലേ, ഇപ്പോൾ ഞാൻ ഇതിൽ ആദ്യം തന്നെ ബട്ടർ ഇട്ടിട്ടാണ് ഇതിപ്പം ചുട്ടെടുത്തത്. ഇനിയിപ്പോൾ ഞാൻ വേറൊരു രീതിയിൽ കാണിച്ചു തരാം. ഇതേപോലെ തന്നെ നമ്മളൊരു ഭാഗം വെള്ളമാക്കിയിട്ട് വെള്ളമുള്ള ഭാഗം പാനിലേക്ക് വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലെ ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് എന്ന് പറയുന്ന പാസ്ലിൻ്റെ മേലെ തന്നെ വെച്ചിട്ടൊന്ന് പരത്തിയെടുത്തതാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ബട്ടറും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് അങ്ങനെ പൊള്ളാൻ തുടങ്ങിയാൽ നമുക്കിത് തിരിച്ച് പിടിച്ച് കൊടുക്കാം. എന്നിട്ട് തിരിച്ച് പിടിച്ചതിന് ശേഷം അടിഭാഗം നന്നായിട്ടൊന്ന് വേവുന്നേരം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഇളക്കി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ നാനും ഇവിടെ റെഡി ആയിന്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ആ ഒരു തന്തൂറിൽ ചുട്ടെടുക്കുന്ന ആ ഒരു ടേസ്റ്റ് വരിക കേട്ടോ. അല്ലാണ്ട് നമ്മൾ തിരിച്ച് മറിച്ച് വിട്ട് വേവിച്ചെടുത്താൽ നമ്മൾ സാധാരണ ഒരു ചപ്പാത്തി ചുടുന്ന പോലെ ഉണ്ടാവുള്ളൂ.
അപ്പോൾ ഞാൻ അടുത്തടുത്ത് വേഗം വേഗം ചെയ്യുന്നതൊന്ന് സ്പീഡാക്കി കാണിക്കുകയാണ്. ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. നമ്മൾ ആ ഒരു ശരിക്കും നമ്മളെ തന്തൂറിൽ ചുട്ടെടുക്കുന്ന അതേ സെയിം ടേസ്റ്റിലാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. അപ്പോൾ ഞാൻ വേറെ രീതിയിൽ കാണിക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുട്ട് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ മേലെ വേണമെങ്കിൽ ഇങ്ങനെ പാസ്ലി ഇല ഇട്ട് കൊടുത്താലും അതും നല്ല തന്നെയാണ് കേട്ടോ. ഏതാണോ നിങ്ങൾക്ക് എളുപ്പം തോന്നുന്നത് അങ്ങനെ ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാനിതാ അവിടുന്ന് ചുടലും പരത്തലൊക്കെ ഒന്നിച്ച് ചെയ്യുന്നതാണ് കേട്ടോ. ഒന്നിങ്ങനെ തിരിച്ച് പിടിച്ച് കൊടുക്കുക. പൊക്കള വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തിരിച്ച് പിടിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വെന്തെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ഇളക്കി മാറ്റിയിട്ട് അതിൻ്റെ മേലെ കുറച്ച് ബട്ടറും പാസ്ലി ഇലയും ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ പാസ്ലി ഇല തന്നെ വേണം നിർബന്ധമില്ല കേട്ടോ. പാസ്ലി ഇല കയ്യിലില്ല എന്നുണ്ടെങ്കിൽ സാധാരണ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഈ മല്ലിച്ചപ്പ് ഇടുന്നതിന് പകരം നിങ്ങൾ കുറച്ച് ഗാർലിക്ക് ഒന്നെന്താ പറയുക ചതുക്കിയെടുത്തതിൻ്റെ ശേഷം അതിൻ്റെ മേലെ തേച്ച് കൊടുത്താൽ അതാണ് ഗാർലിക് നാൻ എന്ന് പറയുന്നത് കേട്ടോ. ഗാർലിക് നാൻ വ്യത്യാസമൊന്നുമില്ല, ഇതേ സെയിം സാധനമാണ്. നമ്മളിപ്പോൾ ബട്ടർ ഇട്ടിട്ട് പാസ്ലി ഇല ഇടുന്നതിന് പകരം കുറച്ച് ചതിക്കുക കുറച്ച് ഗാർലിക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഗാർലിക് നാനായി. അപ്പോൾ നമ്മൾ അടിപൊളി ബട്ടർ നാൻ ഇവിടെ റെഡിയായിന്. ഇനിയിപ്പോൾ ഞാൻ പുതിയ പാനിൽ ചെയ്താൽ എന്താണ് പ്രശ്നം എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. സെയിം ഞാൻ അടിഭാഗം ഒന്ന് വെള്ളമാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പാനാണിത്, അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പഴയതല്ലാത്തത് കൊണ്ട് തന്നെ ഇതിനെന്താ സംഭവിക്കുക എന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് ഫ്ലോപ്പ് ആകുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഇതിൽ ഉൾപ്പെടുത്തിയ കേട്ടോ. അപ്പോൾ അതാ ഒന്ന് കുമ്പളകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ബട്ടറിൻ്റെ മേലെ തേച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് തിരിച്ച് പിടിക്കണമല്ലോ മകനെ. അപ്പോൾ പൂക്കള ഇങ്ങനെ വരാൻ തുടങ്ങിയാലാണ് നമ്മൾ തിരിച്ച് പിടിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിച്ചപ്പല്ല പാസ്ലി അതും കൂടെ ഇട്ട് കൊടുത്ത് ഇനിയിപ്പോൾ അത് തിരിച്ച് പിടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അങ്ങനെ പിടിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ അത് ഇളകി ഇങ്ങോട്ട് പോകുന്നു. ഇതിപ്പോൾ കണ്ടില്ലേ. അപ്പോൾ ഇത് നമുക്കിനി തിരിച്ച് പിടിക്കാൻ വേണ്ടി കഴിയൂല. അപ്പോൾ എന്താ സംഭവിക്കുക, ഇതിങ്ങനെ നമുക്കിനി തിരിച്ചിട്ട് വേവിച്ചെടുക്കാനേ അത് പറ്റുള്ളൂ. അങ്ങനെ വേവിച്ചെടുക്കുന്ന സമയത്ത് ഇത് പൊള്ളി വരിക ഒന്നും ചെയ്യൂല. അത് മാത്രമല്ല നമ്മൾ സാധാരണ ഒരു ചപ്പാത്തി അല്ലെങ്കിൽ മൈദ വെച്ചുണ്ടാക്കുന്ന ഒരു ചപ്പാത്തി തിന്നണ ഒരു ടേസ്റ്റ് അതിനുണ്ടാവുള്ളൂ കേട്ടോ. ഇതിപ്പോൾ കണ്ടോ, സാധാരണ ഒരു മൈദ ചപ്പാത്തിൻ്റെ പോലെ ഇതിങ്ങനെ ആയി വരുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുതിയ പാൻ എടുക്കണ്ട, പഴയ പാൻ എടുക്കണം എന്ന് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ ബട്ടർ ചിക്കൻ ഇവിടെ വിളമ്പാണ്. അപ്പോൾ വിളമ്പണ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മൾ മാറ്റി വെച്ച 1/4 കപ്പ് ബട്ടർ ക്രീം നമ്മൾ മാറ്റി വെച്ചെന്നുള്ള ആ ക്രീം നമ്മളിപ്പോഴാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. വിളമ്പണ സമയത്ത് കുറച്ച് ക്രീം അതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുക. അതിനാണ് ഞാൻ 1/4 കപ്പ് അവിടെ മാറ്റി വെച്ചത്. അപ്പോൾ അതായത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു ക്രീമില്ലാതെ ഇതിൻ്റെ മേലെ ഇഷ്ടമുള്ള ഇതിൽ നമുക്ക് വരയ്ക്കണ പോലെ നമുക്ക് ഇതിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഏത് ഇതിലാണോ നിങ്ങൾക്ക് ഇതിൽ ഒഴിച്ച് കൊടുക്കേണ്ടത്, ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വട്ടത്തിലാണ് ഇങ്ങനെ ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ കാണാനുള്ള ഭംഗിക്ക് എങ്ങനെ വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൊടിക്കാത്ത നമ്മളെ കസൂരി മെത്തിയാണിത്, അതിൻ്റെ മേലെ ഒന്ന് ചെറുതായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ കസൂരി മെത്തിൻ്റെ ഫ്ലേവറാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുക. അപ്പോൾ അതാണ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളി ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയതിന് സൂപ്പർ ടേസ്റ്റാണ്, ഞാൻ ഗ്യാരണ്ടി തരുന്നതാണ് കേട്ടോ. 100-101% ഇഷ്ടമാവും ഈ ഒരു ഗാർലിക് നാനും ഗാർലിക് ബട്ടർ നാനും അതേപോലെ തന്നെ ബട്ടർ ചിക്കനും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ വരണം. അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.